അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ കുറേ ആയി ഒരു വീഡിയോ എടുത്തിട്ടല്ലേ. അപ്പം ഞാനാണെങ്കിൽ കുറേ നാളായി ഒരു കുക്കിംഗ് വ്ളോഗ് എടുക്കണമെന്ന്. അപ്പം ഇന്നാണെങ്കിൽ നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട്. വരാൽ മീനാണ് കേട്ടോ കിട്ടിയേക്കുന്നത്. അപ്പം ഞാൻ ഓർത്തന്ന് ഇന്ന് വീഡിയോ എടുത്തേക്കാന്ന്. അപ്പം ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ വന്നിട്ട് ഉള്ളത്. അപ്പം അമ്മയാണ് കുക്കിംഗ് ചെയ്യുന്നത്. നമുക്കെന്നാൽ അകത്തോട്ട് പോയി ഉണ്ടാക്കാം. അപ്പോൾ ഗൈസ് അമ്മ എൻ്റെ കട്ടിങ് തുടങ്ങി. ആദ്യം ഒന്ന് വെട്ടി. ഇതിപ്പോൾ രണ്ടാമത്തെ മീൻ വെക്കുകയാണ്. അത് തെന്നി പോകുന്നതുകൊണ്ടാണ് നമ്മൾ തുണി യൂസ് ചെയ്ത് പിടിച്ചിട്ടാണ് നമ്മളത് വലിച്ചെടുക്കുന്ന സ്കിന്ന്. കട്ട് ചെയ്യാനൊക്കെ പാടാം. ഗൈസ് നമ്മൾ നല്ലപോലെ കഴുകുവാണ്. ഗൈസ് നമ്മളത് മീനൊക്കെ നല്ലപോലെ വെട്ടി 4-5 പ്രാവശ്യം നല്ലപോലെ വെള്ളത്തിലിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മളത് കറി വെക്കാനായിട്ട് പോവുകയാണ്. പിന്നെ നമ്മൾ 2-3 മീൻ പീസുകൾ നമ്മൾ വറുത്തെടുക്കുന്നുണ്ട്. എനിക്ക് വറുത്ത മീനാണ് ഭയങ്കരമായിട്ട് ഇഷ്ടം. അപ്പം നമുക്ക് അടുക്കളയിലോട്ട് പോകാം കേട്ടോ. ഗൈസ് ഞങ്ങൾ ഒന്നിച്ചാണ് കുക്കിംഗ് ചെയ്യുന്നത്. ഹായ് പറയാം. അപ്പോൾ ഗൈസ് നമ്മൾ എണ്ണ ഒഴിക്കുകയാണ്. എണ്ണ ചൂടായി വന്ന് നമ്മൾ കടുകിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കടുകൊക്കെ ചൂടായി വന്നു. മുളകുപൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി. അപ്പം നമ്മൾ ഇത്രയും പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. വെള്ളം ഒഴിക്കാം കേട്ടോ. വെള്ളം ഒഴിക്കും. നമ്മൾ മീൻ ഇട്ട് കൊടുക്കുവാണ്. നമ്മളപ്പം കുടംപുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എത്രയാണ്? 3 നമ്മൾ കുടംപുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം കുറച്ച് 2-3 പീസ് നമ്മൾ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് വറുക്കാനായിട്ട്. അതേ ഗൈസ് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇച്ചിരി കൂടി വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് അടച്ചെടുക്കുവേ. മീൻ വറുക്കാനായിട്ട് മുളക് പൊടി ഇട്ട് കൊടുത്തു, കുറച്ച് ഉപ്പിട്ട് കൊടുത്തു, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട്. എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെ, സിമ്പിളാണ്. പിന്നെ മല്ലിപ്പൊടി, ലേശം മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾ ചേർക്കുന്നുണ്ടോ? മഞ്ഞൾപ്പൊടിയും ചേർക്കാവേ. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കുന്ന പൊടി ബ്ലാക്ക് പെപ്പർ പൗഡറാണ്. അതുപോലെ ഇളക്കി കൊടുക്കും. കുറച്ച് എണ്ണ ലാസ്റ്റ്. വെള്ളം ഒഴിക്കുന്നവർക്ക് വെള്ളം ഒഴിക്കാം. നമ്മൾ എണ്ണയാണ് ഒഴിക്കുന്നത്. ഇപ്പം മീൻ ഇട്ടെടുക്കാം. എനിക്കാണ് വിശന്നിട്ട് നോക്കാം.
കറി ഫ്രൈ ആയിട്ട് വേണം ഒന്ന് ശരിക്കും ഒന്ന് കഴിക്കാൻ. രാവിലോട്ട് ഇതിന് വേണ്ടിയിട്ട് കഴിക്കാതിരിക്കുവാണ്. ഇവിടെ ഒന്നുമില്ലാഞ്ഞിട്ടല്ല, ഉണ്ട്, പക്ഷെ എനിക്ക് മീൻ ഇഷ്ടമാണ്. വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞ്. ഇപ്പം നമുക്ക് പറക്കാം കേട്ടോ. എണ്ണയിൽ ഇവിടെ നമ്മൾ മീൻ നന്നായിട്ട് ഇട്ടിട്ട് കൊടുക്കുക. പൊടി വരുന്നു, ഇതൊക്കെ മാവായിരുന്നു. ഫ്രൈ ആണെങ്കിൽ ഇവിടെ കറി ഇവിടെ അടുത്തത് ഇടയ്ക്ക് അടി ഇങ്ങനെ അടയ്ക്കുന്നു. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അവിടെ പോകും. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. കൈ കൊള്ളുന്നു. മീൻകറിയായിരുന്നു. ഉച്ചയ്ക്ക് കഴിക്കാൻ മീൻകറി മീൻ വറുത്തതുള്ളോ? അത് പരിപ്പ് കറിയുണ്ട്, ചാറ്, പിന്നെ ക്യാരറ്റ് തോരൻ. എന്നാ അച്ചാറാ? മാങ്ങാച്ചാറ്, മീനച്ചാറ് ഇടുന്നു. ഇരിപ്പുണ്ട്. മാങ്ങാച്ചാറ്. പക്ഷേ എനിക്കിതാണ് വെജിറ്റബിൾ ഓയിലായി നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. പിന്നെ രണ്ട് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പം ടാറ്റ പറയാമേ. ബൈ. നമ്മൾ ചോറുണ്ണാൻ പോവാണേ. ഹലോ ഗൈസ്, അപ്പോൾ അതേൻ്റെ നമ്മൾ മീൻകറി മീൻ വറുത്തതൊക്കെ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ചോറുണ്ണാൻ പോവാണ്. എനിക്കാണെങ്കിൽ നല്ല വിശപ്പുമുണ്ട്. എൻ്റെ വീട്ടിലിപ്പോൾ അമ്മയും അനിയത്തി മാത്രമേ ഉള്ളൂ എൻ്റെ കൂടെ. അപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്കാണെങ്കിൽ ഈ മീൻ ഭയങ്കര ഇഷ്ടമാണ്. ഒത്തിരി നാളായി ഈ ഒരു മീൻ കഴിച്ചിട്ട്. വരാൽ മീൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം കിട്ടിയപ്പോൾ നമ്മളത് മേടിച്ചു. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ എടുത്തേക്കുന്നത് വ്ളോഗായിട്ട്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പത്രങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ.